ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും കമന്റ്സും കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കമന്റ്സിൽ ഞാൻ കുറച്ച് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ഇത് നമ്മളുടെ ഇതൊക്കെ ഉണ്ട്, യൂട്യൂബിൻ്റെ കുറേ അനലറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങളിൽ എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ള റെഡ് ഇതില്ലേ, സബ്സ്ക്രൈബ് എന്ന് എഴുതിൻ്റെ സൈഡിലായിട്ട് ഒരു ബെൽ ഷേപ്പിൽ ഒരു ഇതുണ്ട്, ബെല്ലൈക്കൺ. അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ ഒരു 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണോ അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും കേട്ടോ. അപ്പം അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം. അപ്പം അങ്ങനെ ചെയ്തിട്ടില്ല വെച്ചാൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻസിൽ എല്ലാവരും ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ വലിയ വലിയ സംശയങ്ങളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എനിക്കിങ്ങനെ എഴുതി തരുമ്പോഴും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, ഇനിയും ഉണ്ടാവണം. കാരണം പക്ഷെ എന്നെക്കൊണ്ട് അത്ര എഴുതാനായിട്ട് പറ്റില്ല, ഒരുപാട് ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കമൻസ് ഞാൻ ഇനി തൊട്ട് വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന വീഡിയോയിൽ കുറച്ച് സമയം ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ സംശയം ഒരു 2-3 സംശയങ്ങൾ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്കും ഒരു തൃപ്തിയാവും, കേൾക്കും നിങ്ങൾക്കും. അപ്പോൾ ചെയ്യാനായിട്ട് എളുപ്പമാവും. പിന്നെ പൊന്നൂനും ഭീഷണും വരുന്ന എല്ലാ കമൻസും ഞാൻ അവർക്ക് വായിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. മീൻസ് മക്കൾക്ക് 3 പേർക്കും വരുന്ന കമൻസ് ഒക്കെ ഞാൻ വായിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങളുടെ പേര് വെച്ചിട്ട് തന്നെയാണ് വായിച്ചു കൊടുക്കുന്നത്. ഭയങ്കര സന്തോഷമാണ്. ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ വരാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കമൻസ് കേട്ടിട്ട് ഇന്ന് ഞാൻ ശരിക്കും അവർ കുറച്ച് തിരക്കാണ്, പക്ഷേ ഇവിടെ ഷൂട്ട് ചെയ്യാൻ അറിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്കും വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി നിങ്ങൾ അവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ അവരും പറയുന്നുണ്ട്, അവരിങ്ങനെ കമൻസ് മോളുടെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അവൾ വിചാരിക്കണേ, പൊന്നു വിചാരിക്കണേ ഇങ്ങനെ കമൻസ് വന്നിട്ട് റെക്കോർഡായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പോകും. എല്ലാവർക്കും ഉമ്മനിരക്കാണ് കമൻസിന് റിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നല്ലേ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ക്ലീനപ്പാണ്. നമ്മളിപ്പോൾ കുറേ ദിവസമായി ഇത് ചെയ്തിട്ട് അത് 4 സ്റ്റെപ്പിൽ നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കേട്ടോ. ശരിക്കും ഞാൻ ഈ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ്സും ഗ്ലോയും കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ക്ലീനപ്പ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് വളരെ സിമ്പിളാണ്, നമുക്കിപ്പോൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ അടിപൊളി റിസൾട്ടാണ്. നമ്മളൊരു ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നല്ല കോസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 750 ആ ഒരു റേഞ്ചിലുള്ള ഒരു ഫേഷ്യൽ ആ ഒരു ക്ലീനപ്പ് ചെയ്യുന്ന ആ ഒരു ഇഫക്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്ന സംഭവമാണ്. അപ്പം ഞാൻ വലുതായിട്ട് ബ്ലാ ചെയ്യണില്ല, ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം എപ്പോഴത്തെയും പോലെ നമ്മൾ ആദ്യം നമ്മളുടെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഓപ്ഷൻ തരാം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ ഫേഷ്യലിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു സംഭവമാണ് പാലിനകത്ത് നാരങ്ങ നീര് ഒഴിച്ചിട്ടുള്ള ക്ലെൻസറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ നിങ്ങൾക്കിപ്പോൾ പാല് പറ്റാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ ഇല്ലേ, നമ്മുടെ തക്കാളി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് അത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഇതാണ് ഇഷ്ടം, കാരണം നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യും. പക്ഷേ ചിലർക്ക് മുഖക്കുരുവൊക്കെ വരും, അതുകൊണ്ട് അവർ ഇത് യൂസ് ചെയ്യേണ്ട, ടൊമാറ്റോ ജ്യൂസ് മതി. അപ്പം നമ്മൾ നന്നായിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ പാല് ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലെൻസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ബ്ലീച്ച് ഇഫക്റ്റും കൂടെ നമുക്ക് തരും, പാലും നാരങ്ങയും കൂടെ ആകുമ്പോൾ. അതേ ഇഫക്റ്റ് തന്നെയാണ് ടൊമാറ്റോ മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുമ്പോഴും. നല്ലതുപോലെ ഈ പോർസിലോട്ടൊക്കെ നല്ലതുപോലെ ഇറങ്ങി, അതാ ഞാൻ പറഞ്ഞ ഈ മുഖത്ത് കുഴിയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് തക്കാളിയുടെ ജ്യൂസ് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് റൗണ്ടിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ആ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുള്ളൂ. കഴുത്തിലൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം. നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ട് വളരെ നല്ല ഒരു സംഭവമാണ്. അപ്പോൾ അതെല്ലാവരും ചെയ്യാം. അപ്പോൾ അത് 2 കൈയും കൊണ്ടൊന്ന് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത് കഴുകണം എന്നില്ല, തുടച്ച് കളഞ്ഞാലും മതി, ഇതിലേത് ചെയ്താലും മതി. അപ്പം ഞാനിത് തുടയ്ക്കുകയാണ്, അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാഷ് ചെയ്യേണ്ട, അപ്പോൾ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഈ തുടയ്ക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ മുഖം എന്ത് വ്യത്യാസം വരും എന്നുള്ളത്, നല്ല ഒരു ബ്രൈറ്റ്നസ് വരും ഈ പാലും ഈ നാരങ്ങയും കൂടെ കൊണ്ട്. നിങ്ങൾ തക്കാളി ഇത് ചെയ്യുന്നവർ വിഷമിക്കേണ്ട, അതിനും അതേ ഇഫക്റ്റ് തന്നെയാണ്. അതുപോലെ ഓപ്പൺ പോർട്സിനും ഒക്കെ വളരെ നല്ലതാണ് തക്കാളിയുടെ ജ്യൂസ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രബിങ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആക്ടിവേറ്റഡ് ചാർക്കോൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള. അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണണം കേട്ടോ, കാരണം ഞാൻ സെക്കൻഡായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് അതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് അവൈലബിൾ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ, ഒരു ചിരട്ടയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ സെക്കൻഡ് ഇത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ വീട്ടിലിപ്പോൾ ഈ ഇതില്ലാത്തവർ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി ആഡ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് ഞാൻ ഇവിടെ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ് വാഷ് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് സ്ക്രബായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ചെയ്ത് നോക്കിയപ്പോൾ ഡീപ്പായിട്ട് മീൻസ് നമുക്ക് ഒരു ബ്രൈറ്റ്നസ്സും അതുപോലെ നല്ല ഭംഗിയായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനായിട്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ്. അപ്പം ഈ ഒരു ഫേസ് വാഷ് ഞാൻ ഒഴിച്ചിട്ട് സ്ക്രബ് ചെയ്തപ്പോൾ അപ്പോൾ ഇത് പറ്റണില്ല, നിങ്ങൾക്ക് ഫേസ് വാഷ് വെച്ചിട്ട് വേണ്ട എന്നുള്ളവർ തേൻ ഒഴിക്കുക. തേൻ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചാർക്കോൾ പൗഡർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ ഈ ഒരു മാസ്ക്. ഇപ്പം മീൻസ് ഹണി വെച്ചിട്ടായാലും ഫേസ് വാഷ് വെച്ചിട്ടായാലും ഏത് വെച്ചിട്ടായാലും ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർബാണ്. അപ്പം ചെയ്തു നോക്കണം കേട്ടോ ഇത്. അല്ലാത്തപ്പോഴും നിങ്ങൾക്ക് വീക്ക്ലി സ്ക്രബായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന സംഭവമാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഫേഷ്യൽ മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യണം എന്നാണ് പറയണത്, എല്ലാ പ്രാവശ്യവും പറയാറുണ്ട്. അപ്പോൾ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട, മീൻസ് തെറ്റിദ്ധരിക്കേണ്ട. ഫേസ് പാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം കേട്ടോ. ലാസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന ഫേസ് പാക്ക് നിങ്ങൾക്ക് ദിവസവും ചെയ്യാം. അതുപോലെ ഇതുപോലെയുള്ള സ്ക്രബ് ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്യാം. പക്ഷേ ഈ ടോട്ടൽ സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് ഞാൻ പറയാറുള്ളത് നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇതുപോലെ കണ്ടോ. ഇപ്പോൾ ഈ ഫേസ് വാഷ് ഇത് ഒഴിച്ചതുകൊണ്ടും അതുപോലെ ഹണി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടണേ. അപ്പോൾ നമുക്ക് എപ്പോഴും സ്ക്രബ് ചെയ്യുമ്പം ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം കേട്ടോ. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യണതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുപോലെ ഈ ചാർക്കോളിനകത്ത് നല്ല തരിതരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇളകും. അപ്പോൾ ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ ഈ ക്ലീൻ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമതൊന്ന് സ്റ്റീം എടുക്കാം. സ്റ്റീം എടുക്കുമ്പോൾ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവും. പിന്നെ നമ്മളിത് സ്ക്രബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആവും. അപ്പോൾ എനിക്ക് അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റീം ചെയ്യാറില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൂക്കിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതിട്ടുകൊണ്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങണ്ട കേട്ടോ. ചിലപ്പോൾ ആരെങ്കിലും കള്ളന്മാരാന്നൊക്കെ പറഞ്ഞ് പൊക്കുക. ഇവിടെ തന്നെ എന്നോട് പറയുന്നുണ്ട് കണ്ടിട്ട് കള്ളന്മാരുടെ ലുക്ക് ഉണ്ടെന്ന്. അപ്പോൾ നന്നായിട്ട് ഇവിടെ നെറ്റിയിലും ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ. പിന്നെ തേനും അല്ലെങ്കിൽ ഫേസ് വാഷും ഇതിലേത് നിങ്ങൾ ഒഴിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് വെള്ളം ദൈവത്തെ ഓർത്ത് മിക്സ് ചെയ്യരുത്. കാരണം ഒട്ടും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇറങ്ങില്ല. ആ ഒരു തെന്നി കയ്യിൽ നിന്ന് പോവും. പക്ഷെ ഇതാണ് കറക്റ്റ് നമുക്ക് വേണ്ട ആ ഒരു ഇത്. ഇങ്ങനെ തന്നെയാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് മൂക്കിൻ്റെ അവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ഭാഗങ്ങളിലൊക്കെ നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും കാണുന്നുണ്ട് വീഡിയോസ് എല്ലാം. പക്ഷേ കമൻറ്റ് നമ്മൾ സംശയം ചോദിക്കുമ്പോൾ അറിയാം എത്ര പേരാണ് ഇത് ചെയ്യണേ എന്നുള്ളത്. കാരണം ചെയ്യുന്നവർക്ക് സംശയം വരുമ്പോഴാണ് കമൻറ്റിൽ വന്നിട്ട് സംശയം ചോദിക്കണേ. അപ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും ചിലർ ചെയ്യണില്ല. അപ്പോൾ ചെയ്യാത്തവരോട് ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് സമയമെങ്കിലും എല്ലാവരും തിരക്കാണ്. കാരണം എല്ലാവരും കുട്ടികളുടെയും പിന്നെ ഹസ്ബൻഡിൻ്റെയും വീട്ടിലെയൊക്കെ കാര്യം നോക്കി കഴിയുമ്പോൾ നമ്മുടെ കാര്യം നോക്കാനായിട്ട് സമയം ഉണ്ടാവില്ല. അപ്പോൾ ദിവസം നമ്മളൊരു 10 മിനിറ്റ് കേട്ടോ, നമ്മുടെ സ്കിന്നിൻ്റെ മാത്രമല്ല ആരോഗ്യത്തിന് മീൻസ് ഫുൾ ബോഡി ആരോഗ്യം എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പോൾ അതിനൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് എനിക്ക് എൻ്റെ കാര്യം നോക്കാനായിട്ട് സമയം കിട്ടാറേ ഇല്ല, കുട്ടികളുടെയും വീട്ടിലെയൊക്കെ കാര്യം നോക്കി വരുമ്പോഴത്തേക്കിനെന്ന്. പക്ഷെ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. ഇതുപോലെ രാത്രിയിലോ എല്ലാം കഴിഞ്ഞിട്ടായാലും മതിയല്ലോ. പിന്നെ വേറൊരു കാര്യം, ഈ പാക്കൊക്കെ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈവനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കിന് നല്ലതുപോലെ ഫേസിന് ഒരു ഗ്ലോയും ബ്രൈറ്റ്നസ്സും എല്ലാം വരും കേട്ടോ. ഇതിപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നല്ല ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ സോപ്പൊക്കെ അപ്ലൈ ചെയ്യും. സോപ്പ് ഇടുകയേ ചെയ്യരുത് കേട്ടോ. ദൈവത്തെ ഓർത്തൊരു 3-4 ദിവസമെങ്കിലും നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ മുഖത്ത് സോപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ സ്ക്രബ് കഴിഞ്ഞു. ഇനി ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ കണ്ടോ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും മുഖം നല്ല സോഫ്റ്റ് ആവും. സോഫ്റ്റ് ആവണ മാത്രമല്ല കേട്ടോ, ഈ ഒരു സ്ക്രബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നെ ബ്രൈറ്റ്നസ് നന്നായിട്ട് ഫേസിൽ വരും. ഫുൾ ചളി പോവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാർക്കോൾ ഫേസ് മാസ്ക് ഫേസ് സ്ക്രബ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന്
കണ്ടോ നല്ല വ്യത്യാസമാണ്. ഇത് മൂക്കിൻ്റെ സൈഡിലൊക്കെ കണ്ടോ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ മുഖം നല്ല ഒരു എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ സ്ക്രബ്ബ്. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചതിനെ കാട്ടിയിട്ട് എനിക്ക് ഇഫക്റ്റീവായിട്ട് തോന്നി. കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ആ വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. നല്ല പ്യുവറായിരിക്കും. സോ അപ്പോൾ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു. ഇനി അടുത്ത് ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു ക്ലീനപ്പ് ആണ് കേട്ടോ. ഫുൾ ഫേഷ്യലായിട്ടല്ല ഞാൻ ചെയ്യുന്നത്, ഒരു ക്ലീനപ്പ് മോഡിലാണ്. അപ്പോൾ ഇനി രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് ഒരു അണ്ടർ ഐ ക്രീം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പാക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇനി മസാജ് ക്രീം അങ്ങനെ ഒന്നും ചെയ്യണില്ല, ഡയറക്റ്റ് പാക്ക് അപ്ലൈ ചെയ്യാണ്. അതുപോലെ ഒരു അണ്ടർ ഐ ക്രീമും അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് മസാജിങ് അങ്ങനെ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫേസിൽ നല്ലതുപോലെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ആയിട്ട് നല്ല സ്മൂത്തും ആയി. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്രീം. അപ്പം ഈ ഒരു അണ്ടർ ഐ ക്രീമാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാൻ ഉണ്ടാക്കണേ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് കണ്ണിനടിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് ലാസ്റ്റ് പാക്ക് അപ്ലൈ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചിരുന്നോളും. അപ്പോൾ ആദ്യം ഇതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുൾ കണ്ണിനടിയിലും കണ്ണിന് ചുറ്റുമൊക്കെ നല്ല മിറക്കിളായിട്ടുള്ള ഒരു സംഭവമാണ്. നല്ലതുപോലെ പെട്ടെന്ന് തന്നെ കണ്ണിനടിയിലെയും അത് കണ്ണിന് ചുറ്റുമൊക്കെ ഉള്ള ഡാർക്ക്നെസ്സും അതുപോലെ ഇങ്ങനെ വീർത്തൊക്കെ ഇരിക്കൂലേ കണ്ണിന് താഴെ, അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. വളരെ എളുപ്പമാണ്. അപ്പോൾ അണ്ടർ ഐ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് കേട്ടോ ആദ്യം വേണ്ടത്. ഞാൻ സാധാരണ മഞ്ഞപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതാണ് നല്ലത്. അപ്പോൾ ഇത്രയും മാത്രം മതി. 2 കണ്ണിനടിയിൽ അപ്ലൈ ചെയ്യാനല്ലേ, അതുകൊണ്ട് അധികമായിട്ട് വേണ്ട. അതിലേക്ക് നമുക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത്യാവശ്യം ഇത്രയും തേൻ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് തൈരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഉണ്ടാക്കിയാൽ മതി. കാരണം ഇപ്പോൾ നമുക്ക് 2 കണ്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം 2 കണ്ണിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഇത് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു ക്രീം ഒരു ഇതിലാവും വരിക. ഇനി നമ്മുടെ ലാസ്റ്റ് പാക്കാണ്. ഈ പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് സാധനമേ ഉള്ളൂ. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബ്രൈറ്റൺ ചെയ്യണം. വേറെ ഇങ്ങനെ ഈ ബ്ലീച്ച് ടൈപ്പുള്ള ഒരു സംഭവം ഇല്ല. പക്ഷേ ഇത് നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യും ഫേസ്. അത്രമാത്രം അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ്. അത് ഞാനിപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ ചാർക്കോളിൻ്റെ കണ്ടതുപോലെ തന്നെ വ്യത്യാസം ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ കാണാം. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. അത്ര നല്ല ഒരു ഇപ്പം നിങ്ങൾക്ക് സ്കിൻ വൈറ്റൻ ചെയ്യാനായിട്ടായാലും അതല്ലെങ്കിൽ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പോകാനായിട്ടൊക്കെ നല്ലതാണ്. എനിക്ക് തോന്നുന്നത് ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. നല്ല ഒരു ബ്രൈറ്റ്നസ് ആൻഡ് ഗ്ലോ കിട്ടും നമുക്ക്. ബ്രൈറ്റ്നസ്സും അതുപോലെ ഈ 2 ഇഫക്റ്റും കൂടെ ഒന്നിച്ച് തരുന്ന ഒരു പാക്കാണ്. ചില പാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മുൾത്താണി മിട്ടി ഇങ്ങനെയൊക്കെയുള്ള കടലമാവൊക്കെ ആകുമ്പോൾ നമ്മൾ അത് ഇട്ട് കഴിയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് ഉണ്ടാവും, പക്ഷേ ആ ഒരു ഗ്ലോ ഉണ്ടാവില്ല. കാരണം ഒരു ചെറിയ ഡ്രൈ ഇഫക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ സംഭവം അങ്ങനെയല്ല. ഇത് ബ്രൈറ്റ്നസ്സും ഗ്ലോയും ഒരുമിച്ച് തരുന്ന ഒരു പാക്കാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഡെയിലി നമുക്ക് ഒരു ഈവനിങ് പാക്കായിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാക്കാണ്. അപ്പോൾ കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന കണ്ടേ എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ട പൗഡറാണിത്. ഇത് 1 സ്പൂണാണ് വേണ്ടത്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 2 ബദാം ഇട്ടിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടി കിട്ടും. അതാണ് ആദ്യത്തെ നമ്മളുടെ ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമത് വേണ്ടത് നമുക്ക് ഓറഞ്ച് പീൽ പൗഡറാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പൊടിച്ചിട്ടുള്ള ഓറഞ്ച് പീൽ പൗഡറാണ് ഞാൻ പാക്ക് ആയതുകൊണ്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 സ്പൂണാണ് ഓറഞ്ച് പീൽ പൗഡർ വേണ്ടത്. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് 1 സ്പൂണും രണ്ടാമത്തെ ഓറഞ്ച് പീൽ പൗഡർ നമുക്ക് എടുക്കേണ്ടത് ഒരു 1/2 സ്പൂണുമാണ്. ഇത് നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യണത്. അപ്പം ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ വേറെ ഒന്നും ഒഴിക്കണ്ട ഇതിനകത്ത്. നമ്മളിപ്പോൾ വെള്ളം അങ്ങനെയുള്ള ഒന്നും സാധനങ്ങൾ ഒഴിക്കരുത്. തൈര് വെച്ചിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ തൈര് പറ്റില്ലാത്തവരാണെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ.
ഇപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെള്ളം നനച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാജിങ് ക്രീമും വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. ഇതിനകത്ത് ഇങ്ങനെ തരി കാണുന്നില്ലേ, ഞാൻ ഇപ്പോൾ തേങ്ങയല്ലേ ആഡ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഈ തരി വലിയ പ്രശ്നമല്ല. അപ്പം നിങ്ങൾക്കിങ്ങനെ കാണുമ്പോൾ വലിയ വലിയ കഷ്ണം പോലെ ഇരിക്കുന്ന തോന്നും, പക്ഷേ അത് ശരിക്കും ഇത് തേങ്ങ ആയതുകൊണ്ട് അത് കുതിരും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ. അപ്പം നല്ല സോഫ്റ്റാണ് ശരിക്കും, നന്നായിട്ട്. അത് മാത്രമല്ല അതിനകത്തെ ആ തേങ്ങാ പാലൊക്കെ വന്നിട്ട് ആൽമണ്ടിൻ്റെ ഒക്കെ അത് ബദാമില്ലേ അതിൻ്റെ ഒക്കെ ഇത് ഇറങ്ങിയിട്ട് നല്ലതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷെ ഇങ്ങനെ മേത്തൊക്കെ വീഴും പൊഴിഞ്ഞു പൊഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ വാഷ് ചെയ്ത് കളയാം. ഇനി വാഷ് ചെയ്തിട്ട് ഞാൻ കാണിക്കാൻ വന്നു. അപ്പോൾ അതേ നമ്മൾ മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആ ഒരു വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഇത് ബ്രൈറ്റ്നസ് മാത്രമല്ല, കണ്ടോ നല്ല വ്യത്യാസം വരും മുഖത്തിന്. ബ്രൈറ്റ്നസ് മാത്രമല്ല, നല്ലൊരു ഗ്ലോ ഫേസിന് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണ ഒരു സംഭവമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 1 ടൈം യൂസ് ചെയ്യുമ്പോൾ ചില പാക്ക് മാത്രമേ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തരുള്ളൂ. പക്ഷേ ഈ ഒരു ക്ലീനപ്പ് ഫുൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബ്രൈറ്റ്നസ്സും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ഒരു ഗ്ലോ ഫേസിന് ഉണ്ടാവും, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവുകയും ചെയ്യും. ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ മസ്റ്റായിട്ട്, എനിക്കറിയാം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് നിങ്ങളൊരു താങ്ക്സ് പറയാനായിട്ട് കമൻറ്റ് ബോക്സിൽ വരും, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സരിത.